അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനിക്കൊടി നന്ദി പറയുന്നു. ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനായിട്ടാണ്. എൻ്റെ പേര് ജസ്ന. ഞങ്ങൾ കോട്ടയത്തു നിന്ന് വരുന്നു. ഞങ്ങൾ കർണാടകയിലാണ് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ BSc ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ മാതാവ് ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹത്തിനായി നന്ദി പറയുന്നു. ഡിസംബർ 16, 18, 20 തീയതികളിൽ ഞങ്ങളുടെ ഫൈനൽ ഇയർ എക്സാം നടക്കുകയായിരുന്നു. അതിനു മുമ്പ് മാതാവിൻ്റെ ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം ഞങ്ങൾ 20 തവണ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു റൂമിൽ മാതാവിൻ്റെ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ മാതാവിൻ്റെ സുഗന്ധ അനുഭവവും പച്ചത്തിരിയിലും നീലത്തിരിയിലും മാതാവിൻ്റെ ഹൃദയവും റോസപ്പൂവും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ബാക്കിയുള്ള പിന്നീടുള്ള ദിവസങ്ങളിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ രാവിലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, അന്ന് ഞങ്ങൾ ഒരു 20ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അന്ന് ഒരു റൂമിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ മാതാവിൻ്റെ ഈ റോസാപ്പൂവും ഹൃദയവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായി അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ 3 എക്സാമും വളരെ പാടായിരുന്നു. ആദ്യത്തെ എക്സാം തന്നെ എന്തെഴുതണമെന്നറിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. വേറെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് വഴിയില്ലാത്തതിനാൽ ഞങ്ങളെല്ലാവരും പരീക്ഷയുടെ പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പ് വിതറിയായിരുന്നു ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ പരീക്ഷയിലെ ഓരോ ആൻസറും ഓരോ ക്വസ്റ്റ്യൻ്റെ ഓരോ ആൻസറും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതുമായിരുന്നു. അത് മാത്രമുള്ളായിരുന്നു ഞങ്ങൾക്കൊരു രക്ഷ. ഞങ്ങൾ 3 എക്സാമും ഞങ്ങൾക്ക് വളരെ പാടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കന്നഡ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരോട് ഞങ്ങൾ ഈ മാതാവിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയും. അവർ ഉടമ്പടി എടുക്കുകയും അവരും ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, എക്സാമിന് മുമ്പ് ഞങ്ങൾക്കും കുറച്ച് ഉപ്പ് തരാമോ എന്ന് ചോദിച്ച് ഞങ്ങൾ ഉപ്പ് കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ മാംസ് ഞങ്ങളോട് ചോദിച്ചു, ഫസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഇതെന്താ എല്ലാവരും നിങ്ങളുടെ പേപ്പറിനകത്ത് ഉപ്പ് കാണുന്നുണ്ടല്ലോ, സ്കാൻ ചെയ്യുമ്പോൾ വളരെ പാടായിരുന്നത് ഞങ്ങൾ പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡിസംബർ 6-ാം തീയതി ഞങ്ങളുടെ റിസൾട്ട് വന്നു. അന്ന് പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാവരും നല്ല മാർക്കോടെ ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും കിട്ടി. ഞങ്ങളെല്ലാവരും പാസ്സായി. പിന്നെ ഞങ്ങൾ നേരത്തെ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ യൂട്യൂബിലെ ചേച്ചിമാരുടെ ഇങ്ങനെ സാക്ഷ്യം തന്നെ BSc നഴ്സിംഗ് ഫൈനൽ ഇയറിൻ്റെ സാക്ഷ്യം ഞങ്ങൾ കേട്ടായിരുന്നു. അന്ന് ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു, അടുത്ത വർഷം ഇതുപോലെ തന്നെ ഞങ്ങളുടെ സാക്ഷ്യമായിരിക്കണം മാതാവ് യൂട്യൂബ് ചാനലിലൂടെ ബാക്കിയുള്ളവർക്ക് എത്തിക്കേണ്ടത്. ഞങ്ങളുടെ സാക്ഷ്യമായിരിക്കണം ബാക്കിയുള്ളവരും ഇത് കേൾക്കാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് കന്നഡപത്രം വാങ്ങുകയും അത് ഞങ്ങളവിടെ പള്ളിയിൽ കൊടുക്കുകയും ഓരോരുത്തർക്ക് പറയുകയും ചെയ്യുമായിരുന്നു. കന്നഡ സ്റ്റുഡൻസിനും കൊടുക്കുമായിരുന്നു. പിന്നെ നാട്ടിൽ വരുമ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവരെ സന്ദർശിക്കുകയും അവരെ കെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാശ് രൂപവും അമ്മയുടെ ഉടമ്പടി തല ഉപയോഗിച്ച് അവരെ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തത് മുതൽ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വിശുദ്ധിയിലും വിശ്വാസവും വന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി ഞങ്ങൾ പറയുന്നു. എൻ്റെ പേര് ക്രിസ്റ്റീന. ഞാൻ വരുന്നത് എറണാകുളം കൂത്താട്ടുളം തിരുമാരുടെ ഇടവകയിൽ നിന്നാണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എനിക്കാണെങ്കിൽ ഇതുപോലെ തന്നെ 4ാമത്തെ വർഷം പാസ്സാവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് 3 വർഷം ഓരോ 2-3 സബ്ജക്റ്റ് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4ാമത്തെ വർഷവും ഇത് പോകുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ 3ാമത്തെ ഉടമ്പടി പുതുക്കലിനാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കിയത് കഴിഞ്ഞ ജാനുവരി ആയിരുന്നു. ജാനുവരി സമയത്ത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും. എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് അടുക്കാനൊക്കെ പറ്റി. അങ്ങനെ എക്സാമിന് ഇവൾ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും 20 പേര് ഞങ്ങളുടെ പ്രാർത്ഥിക്കുമായിരുന്നു, റൂമിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 20 പേര് പാസ്സായി. എല്ലാവരും പാസ്സായി. ഞങ്ങളുടെ റൂമിൽ വന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചവർ നല്ല മാർക്കോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഓരോന്ന്, അതായത് നമ്മുടെ റോസാപ്പൂക്കൾ, അങ്ങനെ ഓരോ സുഗന്ധങ്ങൾ ഓരോന്ന് കാണുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു കിട്ടിയ അനുഭവമാണ്, എനിക്കൊരു ചെറിയ മാതാവ് എനിക്ക് പച്ച മെഴുകുതിരിയിൽ എനിക്ക് മാതാവായിട്ട് തന്നതാണ്. എനിക്ക് എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല. എനിക്കതിന് പോലുള്ള യോഗ്യതയില്ല ഈ മാതാവിനെ കിട്ടാൻ പോലും. എനിക്കൊരു മാതാവിനെ എൻ്റെ ചെറിയ മെഴുകുതിരിയിൽ എൻ്റെ മാതാവ് തന്നു. അതുപോലെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, ആ മാതാവാണിത് എനിക്ക് ചെറിയ മെഴുകുതിരിയിൽ വന്നത്. എനിക്കറിയത്തില്ല, എനിക്കിത് കിട്ടാൻ പോലുള്ള യോഗ്യതയില്ല സത്യം പറഞ്ഞാൽ. എനിക്കറിയില്ല എന്താ പറയണേന്ന്. ഇപ്പോൾ പോലും എനിക്കെന്താ പറയണ്ടേന്ന് അറിയത്തില്ല.
അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ വേറെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഇവരുടെ പേപ്പറൊക്കെ ഞങ്ങൾക്ക് തരുമായിരുന്നു. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് എല്ലാത്തിലും വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രതീക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ അകത്ത്. അതുപോലെ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ആദിത്യ മുരളി. അവൾ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൊച്ച്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പ്രത്യേകം പ്രാർത്ഥിക്കണം, പാസ്സാകും. അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്സാകും, നീ പാസ്സാകും. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അവൾ തൈലം വെച്ച് അവളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും അവളുടെ നെറ്റിയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്കും നല്ല മാർക്ക് കിട്ടി. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ ഒരു പൈൽസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം പപ്പ സ്റ്റൂൾസ് പാസ് ചെയ്യുമ്പോൾ അതിൽ ബ്ലഡിൻ്റെ കണ്ടൻറ്റ് നന്നായിട്ട് ഓരോ ദിവസം കഴിയുമ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് കൂടി വരുമായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ 3 പേര് ഉടമ്പടിയിൽ ഇരിക്കുന്നവരാണ്. ഞാൻ, എൻ്റെ മമ്മി, എൻ്റെ സിസ്റ്റർ, ഞങ്ങൾ 3 പേര് ഉടമ്പടിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ മമ്മീനോട് കരഞ്ഞു പറഞ്ഞു, പപ്പയ്ക്ക് ഇങ്ങനെ ബ്ലഡിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെ സ്റ്റൂൾസിൽ വരുവാടി, എന്താണെന്ന് അറിയത്തില്ല. എനിക്കാണെങ്കിൽ അപ്പോൾ ഓരോരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നു, ഇനി ക്യാൻസർ ആണോ, കാരണം ഞാനൊരു സ്റ്റുഡൻറ്റ് നേഴ്സാണ്, അപ്പോൾ എനിക്കറിയാം എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി പപ്പയുടെ അടിവയറ്റിൽ ഓയിലിട്ട് അതായത് ഇവിടുത്തെ ഉടമ്പടി തൈലം ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ മമ്മി ചെയ്തു. അതുപോലെ കഞ്ഞിയിലും മറ്റും പപ്പ കഴിക്കുന്ന ആഹാരത്തിലെല്ലാം ഉടമ്പടി ഉപ്പിട്ട് കൊടുത്തു. അതിൻ്റെ ഫലമായി പറയട്ടെ, എൻ്റെ പപ്പയ്ക്ക് പിന്നെ അത് വന്നിട്ടേ ഇല്ല. അങ്ങനെ ഒരു ബ്ലഡിൻ്റെ കണ്ടൻറ്റ് വന്നിട്ടേ ഇല്ല. അത് ചെക്ക് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് മീൻസ് അങ്ങനെയുള്ളത് വന്നിട്ടില്ല. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത്, എനിക്ക് ആൽമിയുമായിട്ട് ഒരുപാട് എടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ കൊന്ത ചെല്ലുന്ന ആളോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ആളോ ഒന്നും ആയിരുന്നില്ല. എൻ്റെ മമ്മി എന്നോട് കുരിശ് വരയ്ക്കാൻ വന്നിരിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് എന്നതാ ഇത് വരച്ചിട്ട് എന്തോ കിട്ടുന്നത്, ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് എടുത്ത് കഴിഞ്ഞ പിന്നെ സത്യം പറയാലോ ഞാൻ ഒരുപാട് മാറി. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. ഇവർക്ക് ചോദിച്ചറിയാൻ ഭയങ്കര ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. എനിക്ക് ദേഷ്യം കുറേ കുറഞ്ഞു. എനിക്ക് മറ്റവരോട് ക്ഷമിക്കാനുള്ള കരുണ കർത്താവ് തന്നു. അതുപോലെ തന്നെ ഇപ്പം ഞാനാണെങ്കിൽ ഹോസ്റ്റലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ അധികം കാരുണ്യപ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ കൂടെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇപ്പം കൂട്ടുകാരെന്തെങ്കിലും ചെറിയ രീതി സഹായിക്കണം. അപ്പോൾ എനിക്ക് ഈ നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓൾഡ് ഏജ് ഹോമിൽ പോയ ആൾക്കാരെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കണം, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ ഈ തവണ വന്നപ്പോൾ എനിക്ക് അതിന് മാതാവ് അനുഗ്രഹം തന്നു. അതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ പോയി അവരെ സന്ദർശിക്കും, അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചു. വൃദ്ധരായ ആൾക്കാരെ പോയി സന്ദർശിക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ രസകരമായിട്ടാണ്. ഞാൻ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞാൻ ഓരോരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അച്ഛൻ ഇങ്ങനെ സ്വപ്നത്തിൽ വന്നു, മാതാവ് സ്വപ്നത്തിൽ വന്നു. അപ്പോൾ ഞാനൊരു ദിവസം തമാശയായിട്ട് പറഞ്ഞു, എനിക്കൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ അങ്ങനെ കിടക്കുന്ന സമയത്ത് അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ വിഷമങ്ങൾ ഞാൻ അച്ഛനോട് പറയുന്നുണ്ട്. എനിക്ക് അച്ഛനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അച്ഛനോട് ഞാനിങ്ങനെ പറയുക, ഞാനിങ്ങനെ 3 വർഷം ഫെയിലായിക്കൊണ്ടിരിക്കുക, 4ാമത്തെ വർഷം പോവോ, 4ാമത്തെ വർഷം എനിക്ക് എൻ്റെ അപ്പനും അമ്മയുടെ എനിക്ക് എൻ്റെ അപ്പനും അമ്മേനെയും എനിക്ക് മറ്റൊരു റൂമിൽ തലയുയർത്തി കാണിക്കണം, എനിക്കും ഗ്രാജുവേറ്റഡ് ആയിന്ന് കാണിക്കണം. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കത് വരുത്തണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വേറൊന്നും എൻ്റെ അടുത്ത് പറയുന്നില്ല, അച്ഛൻ ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ. അച്ഛൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്വപ്നം കഴിഞ്ഞു. അങ്ങനെ ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് മാതാവും ഈശോയും അനുഗ്രഹിച്ചു. ഇപ്പോൾ കാരുണ്യ പ്രവർത്തനത്തിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും സന്ദർശിക്കാനും സാധിച്ചു. അതുപോലെ എനിക്ക് സ്വപ്നത്തിൽ ഞാനങ്ങനെ ആദ്യമായിട്ട് ഈ 23 വയസ്സുണ്ട് എനിക്കിപ്പം. എൻ്റെ 23 വർഷത്തിനിടയ്ക്ക് ഞാൻ ഈ വർഷമാണ് ശരിക്കും ഒരു എന്താ പറയുക നോമ്പ് കംപ്ലീറ്റ് ആക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ഡിസംബർ 25 നോമ്പ് കംപ്ലീറ്റ് ആക്കുന്നത് ആദ്യമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ പരിശ്രമിച്ചിട്ടുണ്ട്, അതിനൊരു പറ്റിയിട്ടില്ല, സത്യം പറഞ്ഞാൽ പറ്റിയിട്ടില്ല. അങ്ങനെ 25 നോമ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. ആ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ണീശോയും മാതാവും, അതായത് എനിക്ക് സ്വപ്നത്തിൽ മാതാവ് നീല ഒരു ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഒരു തുണിക്കകത്ത് ഉണ്ണീശോനെ പൊതിഞ്ഞുകൊണ്ട് തരുന്ന സ്വപ്നം ഞാൻ കണ്ടു. എനിക്കത് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ എന്ത് യോഗ്യത ഇരുന്നിട്ടാടി എനിക്കിതൊക്കെ തരുന്നതെന്ന്. അപ്പോഴും ദേഷ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. സത്യം പറഞ്ഞാൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യത്തെ പടി അവളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമാണെങ്കിൽ
സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനം എന്തുണ്ട്? നീതിയെ സ്നേഹിക്കുന്നവന് അവളുടെ പ്രവർത്തനങ്ങളുടെ ഫലം നന്മയായിരിക്കും. ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു. ജീവിതത്തിൽ ഇവയേക്കാൾ പ്രയോജനകരമായി ഒന്നുമില്ല. ജ്ഞാനം അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്. തിരുവചനമാണ് നമ്മോട് അരുളി ചെയ്യുന്നത്. ഇന്ന് ജസ്നാമോൾ മാർട്ടിൻ തൻ്റെ കൂടെയുള്ള 7 പേർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ അവർ 8 പേര്, ജസ്നമോളും ക്രിസ്റ്റീനയുമാണ് ഇപ്പോൾ ഇവിടെ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെച്ചത്. 8 മക്കളാണ് ഇവിടെ നിൽക്കുക. BSc നേഴ്സിംഗ് തങ്ങളുടെ പഠനം 0 മെറിറ്റിലായിരുന്ന തങ്ങളെ ഫസ്റ്റ് ഇയർ തൊട്ട് പല പ്രാവശ്യം തങ്ങൾക്ക് പല പേപ്പറുകളും തങ്ങൾക്ക് ബായ്ക്കപ്പായിരുന്ന അവസരങ്ങളൊക്കെ ഈ മക്കൾ 4th ഇയറിൽ വരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് അത് ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ്, അങ്ങനെ അവരെ ദൈവം എടുത്തുയർത്തുകയും ഇന്നിവിടെ വന്നു നിന്ന് ലോകത്തോട് മുഴുവനുമായിട്ടും ഈ മക്കൾ പറയുന്നത് ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ച കൃപയാണ്. അത് അവർ ഒരു റൂമിൽ 20 പേരൊക്കെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തർക്കും അമ്മയുടെ സാന്നിധ്യം അമ്മ കൊടുത്തു, സുഗന്ധാഭിഷേകം കൊടുത്തു. ഓരോരുത്തർക്കും റോസപ്പൂവൊക്കെ അവരുടെ പേഴ്സണലായിട്ട് തന്നെ അവർക്കമ്മ കാണിച്ചു കൊടുക്കുന്നു എന്നൊക്കെയാണ് നാം കേട്ടത്. അങ്ങനെ ഈ മക്കളെല്ലാവരും ഇന്ന് ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും അവർ മാത്രമല്ല, അവരായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ, ആ കോളേജിൽ ഇവർ തീർച്ചയായും സാക്ഷികളായിരുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും തങ്ങളുടെ കൂടെയുള്ള കന്നഡ കുട്ടികൾക്ക്, അതുപോലെ ടീച്ചേഴ്സിന് ഒക്കെ ഇവർ കൃപാസനത്തിൻ്റെ അനന്ത സാധ്യതകൾ, ദൈവം എങ്ങനെയാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത് വഴി ഓരോരുത്തരെയും ആദരിക്കുന്നത്, അവരുടെ ജീവിത നിലവാരത്തിലേക്ക് ദൈവത്തിൻ്റെ അംശം വന്നു ചേരുമ്പോൾ ആ ജീവിത നിലവാരം ഉയർത്തപ്പെടുകയാണ്. തങ്ങൾക്ക് പഠനത്തിൽ എത്രമാത്രമായിരുന്നു തങ്ങളുടെ കഴിവുകളെന്ന് ഈ മക്കൾ ഇവിടെ പങ്കുവെച്ചു. 0 മെറിറ്റിലും അതുപോലെ തന്നെ തങ്ങൾക്ക് സാധ്യമാകാതിരുന്ന പല സാഹചര്യങ്ങളുമൊക്കെ തരണം ചെയ്യുവാനായിട്ട് തങ്ങൾക്ക് കഴിഞ്ഞത് ഉടമ്പടി നേർച്ച വസ്തുക്കളാണ്, ഉടമ്പടി എടുത്തതിൻ്റെ ഉറപ്പാണെന്ന് ഈ 8 പേരും ഇവിടെ പ്രഘോഷിക്കുകയാണ്. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, തങ്ങൾക്ക് ചെയ്യാൻ സാധിച്ച കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഉടമ്പടി എടുത്തവരാണ് ഞങ്ങൾ ഓരോരുത്തരും, ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന് ഓരോ മക്കൾക്കും ആ വിചാരമുണ്ടാവുകയും അത് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ആയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും ഈശോയെ അറിയാത്തവരെ അറിയിക്കുവാനുമായിട്ട് അവരവരുടെ ജീവിതത്തിൽ കൂടുതൽ എങ്ങനെയാണ് കർത്താവിനോട് അടുക്കുന്നത്, തങ്ങളുടെ കൂദാശ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വരുന്ന മാറ്റം, അതുപോലെ മെഴുകുതിരിയിലൊക്കെ അമ്മ തങ്ങൾക്ക് സാന്നിധ്യമായിട്ട് കാണപ്പെടുന്നു, തങ്ങൾക്ക് സാന്നിധ്യം നൽകുന്നു. ഇതിനൊക്കെയുള്ള യോഗ്യത എന്താണെന്നാണ് ക്രിസ്റ്റീന പറയുക. ക്രിസ്റ്റീന ഇപ്പോഴും പറയുന്നുണ്ട്, എനിക്കിപ്പോഴും കുറവുകളുണ്ട്, എൻ്റെ ദേഷ്യവും ഇതുമൊക്കെ എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിഞ്ഞില്ല, എങ്കിലും എന്നെ അമ്മ ചേർത്ത് പിടിക്കുന്നു, ഞാൻ ഇനി ഏറ്റവും നല്ല ഒരു മകളായിട്ട് എനിക്ക് മാറണം. എൻ്റെ ഈ മക്കൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുക. അതുകൊണ്ട് ജെറമിയ പ്രവാചകനോ ദൈവം തിരഞ്ഞെടുത്തതുപോലെ കേവലം ബാലനാണെന്ന് നീ പറയരുത്. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് ജന്മം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്ന് ജെറമിയയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്ന് ഈ മക്കളും ലോകത്തോട് പറയുക. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ ദൈവോന്മുഖരായി വിശ്വാസത്തോടും വിശ്വസ്തയോടും ജീവിത വിശുദ്ധിയോടും കൂടി വളരുമ്പോൾ അതുതന്നെയാണ് ലോകത്തിന് നമ്മൾ പ്രദാനം ചെയ്യുന്നതും കർത്താവിന് വേണ്ടിയിട്ട് അവർക്ക് നൽകാൻ കഴിയുന്നതുമായ ഏറ്റവും മഹത്തായ അനുഭവ സാക്ഷ്യം തന്നെ. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ